ജീവിതമുണ്ടായി, പരസ്പരം തല്ലാത്ത ജീവിതമുണ്ടായി. ഈ കേരളത്തിൽ ഹൈന്ദവരാണ് കിട്ടുകയോ അങ്ങനെയുള്ള സഭീ സമ്പ്രദായം അടക്കമുള്ള പല പേക്കുത്തരമുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഈ മേൽജാതിക്കാരുടെ മുമ്പിലൂടെ കീഴ്ജാതിക്കാർക്ക് മറിച്ച് പെണ്ണുങ്ങൾക്ക് നടക്കാൻ പറ്റാത്തൊരു മാർക്കൽ സമരം നടന്ന നാടാണ് കേരളത്തിലാണ്. അവിടേക്കാണ് പാവപ്പെട്ടവരും പണക്കാരും ഈ ഇസ്ലാമിന്റെ വക്രതയില്ലാത്ത കൃത്യമായ ഈ നേർരേഖയുമായി വരുന്നത് ആളുകൾ ഇസ്ലാമിലേക്ക് കൂലം കുത്തി വിടാൻ തുടങ്ങി. അങ്ങനെ ചുരുക്കത്തിൽ മഖ്ദൂമാരിലൂടെ ഇവിടെ വലിയ ഇസ്ലാമിക വിപ്ലവം തീർത്തു. രക്തരഹിത വിപ്ലവം. ആരോടും ഇസ്ലാം സ്വീകരിക്കാൻ പറഞ്ഞില്ല. ഇസ്ലാമിനെ സ്നേഹിച്ചു. ഇസ്ലാമിന്റെ തനതായ ശൈലി ഈ മഹാന്മാരിലൂടെ കണ്ടപ്പോ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ ഇങ്ങനെ ഇസ്ലാമിനെ തത്തിക്കളിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും നല്ല സുന്ദര ആ സമയത്താണ് ശരിക്കും മനസ്സിലാക്കുക. ഉസ്മാനിയ ഭരണകൂടത്തിനെതിരെ സഊദ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടീം വരികയും സഊദി ഭരണം അവിടെ സൗദി അറേബ്യയെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. അവിടെ വഹാബിയൻ സിദ്ധാന്തം വന്നു. വഹാബിയൻ സിദ്ധാന്തം എന്ന് വെച്ചാൽ അത് ജന്നത്തുൽ ബഖീ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോഴും വരാനുള്ള ഉംറക്ക് ഹജ്ജിനൊക്കെ പോയി, ഞാൻ കഴിഞ്ഞ ഹജ്ജിന് പോയിരുന്നു, അല്ലാഹു കബൂലാക്കട്ടെ. ആ ഹജ്ജിന് പോയ സമയത്ത് അവിടെ നമ്മൾ ക്ലാസ് എടുക്കാൻ പറ്റും. മുജാഹിദീങ്ങളൊക്കെ ഇവിടെ സിയാറത്തിന് കൊണ്ടുപോയിട്ട് ജന്നത്തുൽ ബഖീ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു, ഇതാണ് ബഖീർ, ഇവിടെ ഒന്നുമില്ല, കെട്ടിപ്പൊക്കിയിട്ടില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ക്ലാസ് നടന്നപ്പോ ഞാൻ വന്ന് റൗള ഷരീഫിലേക്ക് പോയി. അല്ലാഹു റസൂലിന്റെ അടുക്കൽ കുറച്ചു നേരം ചിന്തിച്ചു, എന്തുമാണ് ഇവിടെ തർക്കം പാടില്ല. ഹജ്ജ് മബ്റൂർ വലാ ഫസ്ഖില്ല വലാ ജിദാൽ വലാ ഫുസൂഖ. ഹജ്ജിൽ ജിദാലില്ല, ഫുസൂഖില്ല, തർക്കമായില്ല. എന്ത് ചെയ്യണം? ഉസ്താമാരുടെ അഭിപ്രായം ചോദിച്ചു. ഉസ്താമാർ ദീനിന് വേണ്ടി അവരുടെ ശ്രമിച്ചില്ലെങ്കിൽ അത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. ഗൂഗിളിൽ ജന്നത്തുൽ ബഖീ എന്ന് സെർച്ച് ചെയ്താൽ മതി. പഴയ ജന്നത്തുൽ ബഖീ ഫോട്ടോ കിട്ടും. കെട്ടിപ്പൊക്കിയ ഖബറുകൾ കാണാം. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു കെട്ടിപ്പൊക്കിയ മഖ്ബറ കാണാം. അതിന്റെ പുറകിൽ ബിൽഡിംഗ് കാണാം. അതൊക്കെ തട്ടി നിരത്തി ലക്ഷക്കണക്കായ സുന്നികളെ കൊന്നൊടുക്കിയിട്ടാണ് സൗദി അറേബ്യ ഭരണകൂടം ഏറ്റെടുത്തത്. ഇബ്നു അബ്ദുൽ വഹാബിന്റെ കീഴിൽ ഈ ഇബ്നു അബ്ദുൽ വഹാബിന്റെ പുസ്തകം മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും അതേപോലെ തമിഴിലേക്കും ഇതിന്റെ ഹിന്ദിയിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലൂടെ പ്രചരിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത് നടക്കാതെ നമ്മുടെ പാവപ്പെട്ട മുസ്ലിങ്ങൾ 1920 കഥയാണ് പറഞ്ഞത്. ഇന്ത്യക്ക് സ്വന്തം കിട്ടിയിട്ടില്ല. അന്ന് പല ആളുകളെയും ഇവിടെ നാടുകടത്തപ്പെട്ടു. ഒടുവിൽ താമസിക്കേണ്ടത് പല ആളുകളും. അപ്പോഴാണ് ഒത്തിരി ചില പുസ്തകങ്ങൾ ഇവരിൽ പഠിച്ച ആളുകൾ ഇരുന്ന് വായിക്കുകയും വഹാബിയൻ സിദ്ധാന്തം മനസ്സിലേക്ക് ആണ്ടിപ്പോവുകയും ചെയ്തു. അവർ പുറത്തിറങ്ങി പറഞ്ഞു. അവർ സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തരങ്ങൾ പറയാൻ തുടങ്ങി. കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം ശിർക്കിലാണ്, കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം പഴച്ചിട്ടുണ്ട്, എല്ലാവരും പഴച്ചിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞ പുസ്തകമാണ് തുടങ്ങി. ഇവിടുത്തെ മുജാഹിദ് വിഭാഗത്തിന് മദ്ഹബില്ല. മദ്ഹബ് വേണ്ടാന്നവരാണ്. കാരണം കൊടുക്കും മദ്ഹബ് എന്ന് പറഞ്ഞാൽ ആ ഇമാമികൾ പറഞ്ഞ ആശയത്തിൽ പറഞ്ഞാൽ അതൊക്കെ അംഗീകരിക്കില്ല. എന്നാൽ അവരുടെ നേതാവായ ഇബ്നു അബ്ദുൽ വഹാബ് മദ്ഹബിന്റെ മദ്ഹബാണ്. ഇബ്നു തൈമിയ്യയുടെ അതിന്റെ മുൻകാലത്തുള്ള അവരുടെ നേതാവ് ഇബ്നു തൈമിയ്യയുടെ ലോകത്ത് ആദ്യമായി ഈ വിഷയം കൊണ്ടുവന്നത് അത് 8-ാം നൂറ്റാണ്ടിലാണ്. അത് വേണമെങ്കിൽ ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. വഹാബി പ്രസ്ഥാനം എന്താ വന്നത്? അതുവരെ 12-ാം നൂറ്റാണ്ട് വരെ ഇവിടെ സുന്നത്തിയമാക്കി വളർന്നിട്ട പ്രസ്ഥാനമുള്ളൂ. അന്ന് ജന്നത്തുൽ ബഖീയിലെ മക്ബറകൾ ഉയർന്നു കിടന്നിരുന്നു. ജന്നത്തുൽ ബഖീയിലെ മക്ബറകൾ ഉയർന്നു കിടന്നിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇന്ന് പോയാൽ ഇനി എനിക്കറിയില്ല, ഇന്ന് പോയാൽ ജന്നത്തുൽ ബഖീയിൽ ആദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹുവിന്റെ ഖബറിൽ നിന്ന് കുറച്ച് പോന്നാൽ അതിന്റെ പുറത്ത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കറിന്റെ ഖബറുണ്ട്. അബ്ദുറഹ്മാൻ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ എന്നവരുടെ ഖബർ. അത് കഴിഞ്ഞ് അല്പം പോന്നാൽ അവിടെ ചെറിയൊരു
താഴ്ഭാഗ റോഡിന്റെ താഴ്ഭാഗത്തൂടെ ക്രോസ് ചെയ്ത